ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ സ്റ്റോറി. അപ്പോൾ ഏകദേശം ഒരു മാസത്തിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒന്നും മടിയാണ്, പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അപ്പം ഞാൻ ഒരു വർഷം മുമ്പേ വന്നിട്ടുള്ള സ്ഥലത്താണ് വന്നിട്ടുള്ളത്. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററിനകത്തുള്ള ചുറ്റളവിൽ ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ തമ്പുരാൻ പാറ ട്രക്കിംഗ് സെൻറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വീട്ടിൽ നിന്നപ്പോഴത്തേക്ക് ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് അന്നിവിടെ വന്ന് മഴ കാണാനായിട്ട് തമ്പുരാൻ പാറ കയറാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ ചേട്ടനുണ്ട്, പിള്ളേരുണ്ട് 2 പേര്. അപ്പോൾ എല്ലാവരുമായിട്ട് ആ മല കയറ്റൊന്ന് കയറാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം ടു മൈ സ്റ്റോറി. അപ്പോൾ തമ്പുരാൻ പാറ എക്കോ ടൂറിസം. മഴയൊക്കെ പെയ്ത് ആ സ്റ്റെപ്പിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങി ആ ഒരു കരിയിലേക്ക് പോയി നല്ല അടിപൊളിയായിട്ട് കിടക്കാനുണ്ട. നമ്മുടെ മലയുടെ മണ്ടേ കയറി മഴ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കൂടെ പോകാം. ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം മേലോട്ടുണ്ട് ട്രക്ക് ചെയ്ത് കയറാനുണ്ട്. ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് സ്റ്റെപ്പൊക്കെ കെട്ടി സൂപ്പറാക്കി ഇട്ടിട്ടുണ്ട്. പക്ഷേ കയറുന്ന കാര്യമാണ് കേട്ടോ പാട്. വരുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു. ഞാൻ മോട്ടോ വ്ലോഗൊക്കെ ചെയ്ത് സെറ്റാക്കി വന്നതാണ്. അപ്പോൾ ഒരു 2 വീഡിയോ എടുത്തപ്പോൾ തന്നെ ഏകദേശം മഴ നല്ല രീതിക്ക് കുറച്ച്. അങ്ങനെ ക്യാമറ എല്ലാം ബേയിൽ കയറ്റിയിട്ട് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വരുന്ന ഒരു ടൈമിലുള്ള വീഡിയോസ് ഒന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ ഉള്ള വീഡിയോ അത്രേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അയ്യോ, അവരൊക്കെ അങ്ങ് എത്തി. ഞാൻ അത്ര ഇവിടെ സെറ്റാ. വൈകുന്നേര സമയത്തൊക്കെ വന്നിരിക്കാൻ അടിപൊളി സ്ഥലമാണ്. നട്ടുച്ച കയറി വന്ന ഓംലേറ്റ് ആയിപ്പോവും. പലരും വെയിലത്ത് വെച്ചിട്ട് ഓംലേറ്റ് പൊരിക്കുന്ന വീഡിയോ കാണുന്നുണ്ടല്ലോ, അതുപോലെ എല്ലാം ഓംലേറ്റ് ആയിപ്പോവും. അപ്പം കഴിവതും വൈകുന്നേര സമയങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു 4 മണിക്ക് ശേഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് ചില്ല് ചെയ്തിട്ട് പയ്യെ ഇറങ്ങിപ്പോവാം. നമ്മൾ വന്നതങ്ങ് താഴ്ന്നാണ് കേട്ടോ. താഴ്ന്ന് വന്നതാ കണ്ടോ സ്റ്റെപ്പ്. ഇതാ മേലോട്ട് നല്ല കുത്തനെയുള്ള വഴിയാണ്. എന്നാലും സ്റ്റെപ്പ് കെട്ടിക്കുന്നുണ്ട്. പയ്യെ 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 കയറാം. പ്രായമായവർക്കൊക്കെ വരാനായിട്ട് കുറച്ച് പാടായിരിക്കും കാല് വീയെങ്കിലേ. അപ്പോൾ അങ്ങനെ നോക്കി കണക്കാക്കി വരിക. ഈ അവിടെ വരെ ചെന്നാൽ മതി. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് നിരപ്പായ സ്ഥലമാണ്. പിന്നെ നമുക്ക് പോകേണ്ട വഴി എന്ന് പറഞ്ഞാൽ ആ ഒരു ലൈൻ പോലെ കാണുന്നുണ്ടല്ലേ, ആ ഒരു വഴി കയറിയാണ് മേലോട്ട് പോകുന്നത്. അതൊരു പാറയാണ്. അത്രയും ഉയരത്തിലാണ് പാറ നിൽക്കണത്. നല്ലപോലെ കിതയ്ക്കുന്നുണ്ടേ. അയ്യോ, മഴയത്താണെങ്കിൽ ഇങ്ങനെ കയറുമ്പോഴത്തേക്ക് നല്ലതുപോലെ തളരുന്നുണ്ട്. കാലൊക്കെ ഒരു കോച്ചിപ്പിടുത്തം. അപ്പോൾ അതാ കയറി നമ്മുടെ ഫസ്റ്റ് ഒരു പോയിന്റിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള കാഴ്ച നോക്കി. കോടയാണോ എന്താണോ എന്ന് അറിയത്തില്ല. മഴ പെയ്ത് മാറി ഉടനെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നോക്കി, കോടയാണ്, നീരാവിയാണ്, എന്താണോ ഒരു പിടുത്തമില്ല. അടിപൊളിയായിട്ടുണ്ട് മോനെ. അയ്യോ, ഒരു കാര്യം ഓർക്കണം, വെഞ്ഞാറോട് നിന്നൊരു 10 കിലോമീറ്റർ ദൂരത്തില്ല ഈ ഒരു സ്ഥലം. അടിപൊളി. അയ്യോ, സെറ്റ്. അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് ഒരു ലാൻഡിങ് പോയിൻ്റ് എന്ന് പറയാൻ പറ്റുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടേ. അവിടെ നല്ല കാഴ്ച ആയതാണ്. എൻ്റെ ബാഗിൽ നോക്കിയാൽ നല്ല ചെറുതായിട്ട് കോടയൊക്കെ ഇങ്ങനെ വന്ന് അടിപൊളിയായിട്ടിരിക്കുകയാണ്. എന്താ കോടയൊക്കെ കയറി അടിപൊളിയായിട്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞതിന് വന്നതെന്ന് പറഞ്ഞാൽ ഒരു വർഷം മുമ്പ് ഏകദേശം ഒരു വേനൽക്കാല സമയത്താണ് വന്നിട്ടുള്ളത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ മൺസൂണാണ്, മഴയാണ്. വേനൽ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സമയമാണ്. അപ്പോൾ എന്തായാലും വന്നത് അടിപൊളിയായിട്ടുണ്ട്. അത് നോക്കിയാൽ നല്ല അടിപൊളി കോടയൊക്കെ വന്ന് നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. പോളി സെറ്റ്. ആ മേഘമൊക്കെ നോക്കി, ആ ഒരു കാർമേഘം വന്നിരിക്കുന്നിട്ട് ഇതൊക്കെ നോക്കി
സൂപ്പറാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി പോകാനുള്ളത് ഇതേ നേരത്തെ കണ്ടില്ല ആ ഒരു മേളിൽ ആ ഒരു സ്ഥലത്തോടാണ് പോകാനുള്ള വഴി എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് വഴിയെല്ലാം ചെയ്തിട്ടിട്ടുണ്ട്. കഴിഞ്ഞ വന്നപ്പോൾ ഫുള്ള് കാടും കയറി കിടക്കായിരുന്നു. ഇപ്പോഴും പക്ഷേ വേനൽ കഴിഞ്ഞുകൊണ്ടായിരിക്കാം മരം ചെടികളെല്ലാം ഉണങ്ങി വഴിയൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. നോക്കി അതാ അടിപൊളിയായിട്ടുണ്ട് വഴിയൊക്കെ. ഈ പാറ ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ പോകാനുള്ള ആ ഒരു മല കയറി അങ്ങ് ഏകദേശം ഇവിടെ നിന്ന് തന്നെ ഒരു കിലോമീറ്ററോളം ഉണ്ട് കയറി പോകാനായിട്ട്. അപ്പോൾ അത്രയ്ക്ക് വലിയ പാറയാണ്. ഇവിടെ അടുത്ത് തിരുവനന്തപുരത്തൊക്കെ ഉള്ളവർക്ക് വന്ന് ഒരു ദിവസം വൈകുന്നേരത്ത് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു കിട്ടുന്ന സ്ഥലമാണെന്നെങ്കിൽ പറയാം. വൈകുന്നേരം സമയത്ത് രാവിലെയും വലിയ കുഴപ്പമില്ല. ഇടയ്ക്കുള്ള ഉച്ച സമയത്ത് വന്നു കഴിഞ്ഞാൽ ഓംപ്ലേറ്റ് ആവും. കാര്യം വെച്ചാൽ പാറയുടെ ചൂട് വെയിലിൻ്റെ ചൂട് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടാണ്. ഇനി ഈ ഒരു സ്റ്റെപ്പാണ് കയറേണ്ടത്. ഈ ഒരു സ്റ്റെപ്പ് കയറി മേലെത്തി കഴിഞ്ഞാൽ പിന്നെ ഫുൾ പാറയാണ്. പിന്നെ സൈഡിൽ ഇതുപോലെ നമ്മുടെ ഹാൻഡ് റെയിലിൽ സ്റ്റെയിലൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പിടിച്ചൊക്കെ കയറാം. ക്ഷീണം തോന്നില്ല. കാല് കഴിച്ചാൽ ഇത് പിടിച്ചൊക്കെ ഇങ്ങനെയൊക്കെ നിൽക്കാം. അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അടിപൊളിയാണ്. കെട്ടപ്പ് കണ്ട അയ്യോ ആരൊക്കെ ഒരു അങ്ങനെ സെറ്റ് അടിപൊളിയല്ലേ. സംഭവം ഈ ഒരു പാറ കയറിയാൽ നമ്മൾ ടോപ്പിലെത്തത്തില്ല കേട്ടോ. ഈ ഒരു പാറ അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് പിന്നെ കുറച്ചും ഡൈവേർട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്കാണ് ഏറ്റവും ടോപ്പിലെത്തുന്നത്. ഏറ്റവും ടോപ്പിൽ കഴിഞ്ഞ ഒരു വർഷത്തിന് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടവർക്കറിയാം. അവിടെ ഒരു വലിയൊരു ഗണപതിയുടെ ഒരു വിഗ്രഹമുണ്ട്. അതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. പിന്നെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. അതെല്ലാം ഇവിടുത്തെ ഒരു മെയിൻ സംഭവം. കുറേ ഉണ്ട് കേട്ടോ. കാണുമ്പോൾ നമുക്ക് വലുതായ സെറ്റപ്പായിട്ട് തോന്നൂല. മഴയാണ്, മഴ സെറ്റ്. അയ്യോ എന്താടാ എന്തേ? അയ്യോ സെറ്റ് മോനെ സെറ്റ്. ഐ ലവ് യു. അയ്യോ തളന്നേ സെറ്റ്. ഇവിടെ എന്തോ ഒരു കുളം പോലെ എന്താ സെറ്റപ്പ് എന്ന് പറയാനായിട്ട് നോക്കാം. എന്താടാ കുളം? സെറ്റ് തവള അത് എന്തൊരു പണി നടക്കണം അവിടെ. തോണ്ടി കുറച്ചിട്ടേക്ക് ഒന്നും നടക്കണില്ല. ഇതാണ് മറ്റേ എന്തോന്ന് ജോലി എവിടെയാ പോണ വേറെ. അയ്യോ 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 ബാത്റൂമും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് തന്നെയാണ്. പകുതി വഴിക്ക് നിന്നതാണ്. പകുതി വഴിക്ക് നിന്നതാ. അങ്ങോട്ട് അത് കയറാം. അതുവഴി ഇതുവഴി കയറാം. ഓക്കെ. അപ്പോൾ അവിടെയാണ് ആ പറഞ്ഞൊരു അമ്പലം ഉണ്ടോ അവിടെയാണ്. അതിൻ്റെ അപ്പുറത്തോട്ട് മറ്റേ കോല ഉണ്ടോ തന്നെ ക്രഷർ. എന്താടാ നീ കണ്ട ഒരു താളടാ. അപ്പോൾ അന്ന് വന്നപ്പോഴത്തേക്ക് ഇല്ലാത്തൊരു സാധനം കണ്ടു കേട്ടോ. അന്നില്ലായിരുന്നു. ഒരു വാട്ടർ ടാങ്ക് വന്നിട്ടുണ്ട് അവിടെ. സെറ്റ്. അയ്യോ നമ്മൾ ടോപ്പിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുവഴിയാണ് വന്നത്. പോകാൻ പറ്റില്ല. താഴെ ഒരു അമ്പലം ഉണ്ടെന്നൊക്കെ പറഞ്ഞത് അവിടെയാണ്. അപ്പോൾ അതെ
ആ ഗ്യാപ്പിൽ കാണുന്നുണ്ടല്ലേ, അതാണ് നമ്മുടെ തമ്പുരാൻപാറയുടെ എന്താണ് ഒരു ഐഡൻറ്റിറ്റി എന്നുള്ള സംഭവം. ഒരു ഗണപതിയുടെ ഒരു വിഗ്രഹമുണ്ട്. കഴിഞ്ഞ വന്നപ്പോഴത്തേക്ക് 1 വർഷം മുമ്പാണ് ഈ ഒരു വാട്ടർ ടാങ്ക് സംഭവം ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ നല്ല അടിപൊളി സെറ്റ്. വാട്ട് ഈസ് ദിസ്? ഞാൻ കൈയിടല്ലേ. അപ്പോൾ സെറ്റാണ്. മഴയത്ത് ട്രിപ്പിറങ്ങുമ്പോഴത്തേക്ക് വേറെ വൈബാണ്. ഞാൻ മഴ പറഞ്ഞാൽ ഞാൻ വിടും കേട്ടോ. കാര്യം വെച്ചാൽ മറ്റേ മൈക്കഡാപ്റ്ററിനകത്ത് എടുത്തുള്ളൂ. ഗോപ്രോയുടെ ആ ഒരു ക്യാപ്പ് ഉണ്ടല്ലോ ബാറ്ററിയുടെ സ്ഥലത്തെ, അതെടുക്കാൻ പറഞ്ഞു പോയി. അപ്പം മഴ പെയ്ത് നനഞ്ഞു കഴിഞ്ഞാൽ ഗോപ്രോ അടിച്ചു പോകും. ഓ സെറ്റ്. കോടയാണോ അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും അതിൻ്റെ നീരായി പോകുന്നതാണ്, എന്താണെന്നൊരു പിടുത്തമല്ല. എനിക്ക് കോട പോലെ ഇങ്ങനെ കിടക്കുകയാണ്. നല്ല രസമുണ്ട്, അടിപൊളി. അതിന് കുറേ പയ്യന്മാരിപ്പോണ്ട്. ഇതാണ് നമ്മുടെ തമ്പുരാൻപാറയുടെ ഐഡൻറ്റിറ്റി എന്നുള്ള സംഭവം. കഴിഞ്ഞപ്പോൾ വീഡിയോ ഒക്കെ എടുത്തതാണ്, ഇപ്പോൾ എടുത്തില്ല. 1 വർഷമായി. സെറ്റ് ഉണ്ടാ അടിപൊളി. ആ സൈഡിൽ മതി കെട്ടിയേട്ടാ, ആളുകളും തുറന്നുകൊണ്ടൊക്കെ ആയിരിക്കും. ഇതൊന്നും ഇല്ലായിരുന്നു. സെറ്റ്. ഇത് ഫൈബറാണ്, വേറെ ഒന്നുമല്ല. ഫൈബർ. മഴയത്ത് വരുമ്പോഴത്തേക്ക് വേറൊരു വൈബാണ് നമ്മുടെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, ഈ ഒരു ക്ലൈമറ്റ് മാറി, കളർ ടോൺ മാറി, നല്ല അടിപൊളി വൈബാണ്. ഇപ്പോൾ ഒരു ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടേ, നല്ല സെറ്റാണ്. ഇടയ്ക്ക് നമ്മുടെ ഗണപതിയുടെ ഒരു സ്റ്റാച്ചു എന്തോ ഫൈബറിലോ എന്തോ ഉണ്ടാക്കിയതാണ്. നോർമലി കാണും പോലെ കോൺക്രീറ്റോ കാര്യങ്ങളൊന്നും അല്ല, എന്തോ ഫൈബറിലോ എന്തോ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഈ ഒരു മതിൽ വന്നിട്ടുണ്ട്, ഈ ഒരു വിളക്ക് വന്നിട്ടുണ്ട്. അന്ന് അതൊന്നും ഇല്ലായിരുന്നു. എന്തായാലും വേറൊരു വൈബായിട്ടുണ്ട് തമ്പുരാൻപാറ ഈ സ്കൂളിൽ. എനിക്ക് തോന്നുന്നു ഈ ഒരു മഴ സീസണിലാണെങ്കിൽ ഏത് ടൈമിലും വരാം. ഇതുപോലുള്ള കാഴ്ചകളായിരിക്കും കാണുന്നത് കേട്ടോ. ഒരു മങ്ങിയൊരു കാലാവസ്ഥയായിരിക്കും, ഒരു കോൺട്രാസ്റ്റ് കൂടിയൊരവസ്ഥയായിരിക്കും. എന്നാലും അടിപൊളി. ആ ഒരു മേഘമൊക്കെ നോക്കി സെറ്റല്ലേ, മേഘമൊക്കെ കാർമേഘമൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കണതാണ് തന്നെ. എന്ത് രസമാണ് നോക്കി, അടിപൊളി. എൻ്റെ പിന്നെ ബാക്ക് സൈഡ് വരുമ്പോഴത്തേക്ക് അവിടെയൊക്കെ ഏതൊക്കെയോ കുറേ മലകൾ കാണുന്നുണ്ട്. അങ്ങോട്ട് പൊന്മുടി ഇത് ബാക്കിൽ എല്ലാവരും നല്ല കിടക്കാച്ചി ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്ക് കഴിഞ്ഞ കാണാത്ത വേറൊരു സംഭവം ഉണ്ട്. ഈ ഒരു മരം കാണിച്ചത്, ഈ ഒരു മരം ഇങ്ങനെ ഉണങ്ങി ഇലകളൊന്നും ഇല്ലാതെ നിൽക്കണ കാണുമ്പോഴത്തേക്ക് സെറ്റാണ്. പക്ഷേ ഈ ഒരു സ്ഥലത്ത് ഒരു സുഖമില്ലാത്തൊരു കാഴ്ച എന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറത്ത് കാണുന്നില്ല. നീല ഷീറ്റ് വെച്ചിട്ട് എൻ്റെ ബാക്കിൽ അത് പാറക്കൂറിയാണ്. അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. ബാക്കിയെല്ലാം സെറ്റാണ്. ഓക്കെ. ഓ 360 വ്യൂ ആണ്. 360 വ്യൂ. നമ്മുടെ ചിറ്റിപ്പാറ ഇതിൻ്റെക്കാൾ നല്ല ഹൈറ്റിലാണ് ചിറ്റിപ്പാറ ഇരിക്കുന്നതെങ്കിലും അതുപോലുള്ള ഏകദേശം അതിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ഒരു കാഴ്ചയാണ് കേട്ടോ ഇവിടെ. സെറ്റാ, അടിപൊളിയാണ് കേട്ടോ. ഓ തമ്പുരാൻപാറ ഓർക്കണം, എൻ്റെ വീട് വെഞ്ഞാറമൂട്. അവിടെ നിന്ന് 10 കിലോമീറ്ററിനകത്ത് മാത്രമേ ഉള്ളൂ ഈ ഒരു എന്താണ് തമ്പുരാൻപാറ. സെറ്റാ. ഇവിടെ എന്തോ ഒരു ചെറിയൊരു ബിൽഡിങ് എന്തൊക്കെയോ ഉണ്ട്. എന്താണെന്ന് നോക്കാം നമുക്ക്. എന്താ ഇത്, എന്തോ ഒരു സെറ്റപ്പായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. നമ്മൾ വന്ന വഴിയാണേ ആ കാണുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ കയറിയാണ് നമ്മൾ വന്നത്. അടിപൊളിയല്ലേ.
മഴ പെയ്യുന്നുണ്ട് ചെറിയ രീതിയിൽ. വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ ഒരു ഗോപ്രോ ഇപ്പം വാട്ടർ പ്രൂഫ് അല്ല. കാര്യം അതിൻ്റെ സൈഡിലൊരു ക്യാപ്പുണ്ട്. ഞാൻ മോട്ടോർ വ്ളോഗ് ചെയ്യാനായിട്ട് മൈക്കും അഡാപ്റ്ററെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് മറ്റേ സാധനം വീട്ടിലൊക്കെ വെച്ചിട്ട് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് നിൽക്കുന്നത്. അടിപൊളി. അപ്പോൾ അതെ തമ്പുരാൻ പാറയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങണം കേട്ടോ. വേറെ ഒന്നുമല്ല, നല്ല അടിപൊളി മഴ വരുന്നുണ്ട്. ഇതിൻ്റെ മേളിൽ വേണമെങ്കിൽ നിൽക്കാം, റെയിൻകോട്ട് കൂടാ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ കുറച്ച് നേരമായി വന്നിട്ട് അധികം ഓവർ മഴ പെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നേരെ താഴോട്ട് പോവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തമ്പുരാൻ പാറ. ഒരു വർഷത്തിന് മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്ന് ഇത്രയും ഒരു ആംബിയൻസ് ഇല്ലായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേനൽക്കാലം സമയമൊക്കെ ആയിരുന്നു, അതുകൊണ്ട് അത്ര ഒരു ആംബിയൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോഴെന്ന് പറയുന്നത് നല്ല അടിപൊളി മഴയാണ്. മഴ വീടിൻ്റെ അവിടെ നിന്ന് മഴ പെയ്തില്ല. നമ്മൾ വരുന്ന വഴിക്ക് നല്ല മഴയായിരുന്നേ. ഞാനൊരു മോട്ടോ വ്ളോഗൊക്കെ ചെയ്ത് കിട്ടില്ലാക്കാനുള്ള പരിപാടിയിലായിരുന്നു. പക്ഷെ അന്ന് നടന്നില്ല. വരുന്ന വഴിക്ക് മഴയാണ്ട് ഉടനെ തന്നെ ക്യാമറ എടുത്ത് ബൈനകത്ത് വെച്ചിട്ട് പിന്നെ ഇവിടെ വന്നതിന് ശേഷം ആ ഒരു എൻട്രൻസിൽ വന്നതിന് ശേഷമാണ് ക്യാമറ പുറത്തെടുത്തത്. അപ്പോൾ ഇതാണ് തമ്പുരാൻ പാറ. ഓക്കെ, അപ്പോൾ തമ്പുരാൻ പാറയിലെ മഴക്കാലം ഇതൊക്കെയാണ്. മഴ കാണാണ്ട് തമ്പുരാൻ പാറ വന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത കണ്ടിന്യൂ ആയിട്ടൊരു വീഡിയോ വരുന്നുണ്ട്. ഇപ്പോൾ അടുത്ത മാതാമല പോകാനൊക്കെ ഒരു പ്ലാനുണ്ട്. മാതാമലയല്ല, നമ്മുടെ കൂനിച്ചിമല. പിന്നെ അടുത്ത മാസം ഒരു കോഴിക്കോട് ട്രിപ്പ് വരുന്നുണ്ട്. അടുത്ത മാസം കോഴിക്കോട് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കരിയാത്തുംപാറ, നമ്മുടെ ഇരച്ചിൽപ്പാറ വാട്ടർഫാള്, അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. മിക്കവാറും അടുത്ത മാസമായിരിക്കും അത് പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ഇടുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു കിടക്കാച്ച വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.